നമ്മളിന്ന് ഗുരുവായൂർക്ക് പോവുകയാണ് കേട്ടോ. കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാ ഗുരുവായൂർ പോകണം, നൈനുവിന് ചോറ് കൊടുക്കണം, അവന് തുലാഭാരമൊക്കെ ചെയ്യാനുണ്ട്. നമ്മളിവിടുന്ന് വെളുപ്പിന് ഏകദേശം 2-2:30 കൂടെ ഇറങ്ങി കേട്ടോ. നമ്മൾ പോകുന്നത് കോഴിക്കോട് നിന്നാണേ. അത് പറഞ്ഞപ്പോഴാ, ഞാനൊരു കോഴിക്കോടുകാരിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ ലോങ് വീഡിയോ ആണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കും ഗുരുവായൂർ നല്ല തിരക്കായിരുന്നു കേട്ടോ. അരങ്ങേറ്റവും 2 സ്റ്റേജിലും അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ടേ. മക്കളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ചായ കുടിച്ചിട്ടാവാൻ ക്യൂ നിൽക്കലെന്ന് കരുതി നമ്മൾ ചായ കുടിക്കാൻ പോയി കേട്ടോ. പിന്നെ നമ്മൾ ചോറൂണിനുള്ള ക്യൂവിൽ കയറി നിന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നെങ്കിലും ക്യൂ പെട്ടെന്ന് തന്നെ നീങ്ങി. നമ്മൾ ചോറൊക്കെ കൊടുത്തു, അതിൻ്റെ ഫോട്ടോസൊക്കെ അവർ നമുക്ക് അയച്ചു തന്നു. പിന്നെ നമ്മൾ പോയി കണ്ണനെ തൊഴുതു. നല്ലപോലെ തൊഴാൻ പറ്റി കേട്ടോ, തിരക്കായിരുന്നെങ്കിലും. പിന്നെ പുറത്തിറങ്ങി നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം നമ്മൾ അവിടെയുള്ള അരങ്ങേറ്റമൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. വിശപ്പിൻ്റെ വിളി വീണ്ടും വന്നുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഫുഡ് കഴിക്കാൻ കയറിയത് ശരവണ ഭവയിലായിരുന്നു കേട്ടോ. പ്യൂർ വെജിറ്റേറിയൻ ആണ്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് ശരവണയിൽ കയറി കഴിച്ച എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ആരും കയറാത്തതാണ് നല്ലത്. ഒരു തമിഴ്നാടൻ സ്റ്റൈലിലുള്ള ഫുഡായിരുന്നു. അവിടുന്ന് നമ്മൾ ആ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. ആ സാരിയിൽ നിന്നൊന്ന് ഇറങ്ങിയപ്പം കുറച്ചൊരാശ്വാസം കിട്ടി. പിന്നെ നമ്മൾ പോയത് തൃശ്ശൂരിലെ തമ്പുരാൻ്റെ കൊട്ടാരം. ഈ ശക്തൻ തമ്പുരാനാണ് കേട്ടോ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചതും ആധുനിക തൃശ്ശൂരിൻ്റെ വാക്താവായിട്ടൊക്കെ അറിയപ്പെടുന്നത്. കൊട്ടാരത്തിനുള്ളിൽ രാജാവിൻ്റെ രഥവും വാളും പരിചയം എന്നുവേണ്ട കുറേ കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. പലയിടത്തു നിന്നായിട്ട് കണ്ടെത്തിയിട്ടുള്ള വിഗ്രഹങ്ങളും ശിലായുഗ വസ്തുക്കളും ഒക്കെ ആയിട്ട് കൊട്ടാരത്തിൽ നടന്നു കാണാൻ കുറേ ഉണ്ട്. പിന്നെ നടുമുറ്റവും ഈ ഒരു അന്തരീക്ഷമൊക്കെ തന്നെ ധാരാളമാണ് അവിടെ പോകുമ്പോൾ. കൊട്ടാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഹെറിറ്റേജ് ഗാർഡനും കുളവും ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷം അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ പോയത് വടക്കുനാഥ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഏകദേശം 5 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ എത്തി നമ്മൾ. ഈ അമ്പലത്തിൻ്റെ മുന്നിൽ 2 തവണ തന്നിട്ടും ഉള്ളിൽ കയറാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു വിഷമം എനിക്ക് ഇന്നങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളെങ്കിലും മൈതാനമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായി കിടക്കുന്നുണ്ട് കേട്ടോ. ഈ പുറത്ത് കാണുന്നതിനേക്കാളും നല്ല വിശാലമായിട്ടുള്ളൊരു സ്ഥലം ആ അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഒരുപാട് പ്രതിഷ്ഠകളും ഒരുപാട് നടക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. ക്ഷേത്രത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി പാടില്ല. പിന്നെ 1 വയസ്സ് കഴിയാത്ത കുഞ്ഞുങ്ങളെ അമ്പലത്തിനുള്ളിൽ കയറ്റില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ശിവഭഗവാന്റെ കൂടെ ഭൂതഗണങ്ങളും കൂടെ ഉണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. അതുകൊണ്ടായിരിക്കണം. വടക്കുനാഥനെ കണ്ട് മനസ്സ് നിറഞ്ഞ് തൊഴുത്തിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകടയിൽ കയറി. നല്ല ലൈവായിട്ട് നല്ല പൊറോട്ടയും കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. ചെറിയ മഴയും ഒക്കെ ഉണ്ടായിരുന്നു. പാട്ടൊക്കെ കേട്ട് അങ്ങനെ ആ മഴയൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോന്നു.